മെസ്സി കേരളത്തിൽ കളിക്കാനെത്തില്ല. അർജന്റീന ടീമിന്റെ കേരളത്തിലെ മത്സരം ഉപേക്ഷിച്ചു. ഒരു മാസം മുൻപ് ഉള്ളത് പറഞ്ഞതാണ്. അന്ന് കുതിര കയറാൻ വന്ന സ്പോൺസർ ഇപ്പോൾ മലക്കം മറിഞ്ഞു. ലോകകപ്പിന് 3 മാസം മുൻപ് മാർച്ചിൽ അർജന്റീന എത്തുമത്രേ. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. നമുക്ക് അതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മെസ്സിയെ കാട്ടി കേരളത്തിൽ നടക്കുന്നത് എന്തെല്ലാം വേലത്തരങ്ങളാണ്. ഒരു സ്പോൺസറെ കൂട്ടുപിടിച്ച് അന്താരാഷ്ട്ര സ്റ്റേഡിയം അദ്ദേഹത്തിന് തോന്നിയപടി നവീകരിക്കാൻ അനുവാദം നൽകി കാര്യങ്ങൾ പരസ്യമാക്കാതെ നവംബർ 17-ന് മത്സരം നടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ എന്തായി? മെസ്സിയുമില്ല, അർജന്റീനയുമില്ല, ഫിഫ അനുമതി ഇല്ലത്രേ. അത് തന്നെയല്ലേ ഞങ്ങൾ നേരത്തെ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞത് റീവൈൻഡ് ചെയ്താൽ ഓന്ത് നാണിച്ചു പോകും. മന്ത്രി അർജന്റീനയെ ക്ഷണിക്കാൻ സ്പെയിനിൽ പോയതും മെസ്സി വരൂട്ടോ എന്ന് ഫേസ്ബുക്കിലൂടെ തള്ളിയതും ഇപ്പോൾ ചോദിക്കുമ്പോൾ ശുഭിതനാകും. ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. ഫിഫയ്ക്ക് മെയിൽ അയച്ച് കളിമുടക്കിയത് കേരളത്തിലെ ചിലരെന്നാണ് മന്ത്രി പറയുന്നത്. കേരളത്തിലെ സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാനാണോ അതോ ആൻഡോ അഗസ്റ്റിനാണോ? ഞാൻ ചെയ്യുന്നതെല്ലാം കേരളത്തിന് വേണ്ടി, ഇന്ത്യക്കായി, ഇന്ത്യയുടെ ഫുട്ബോൾ വളരാൻ, സ്റ്റേഡിയത്തിന് ഫിഫ അംഗീകാരം കിട്ടാൻ, ഇതൊക്കെ പറയാൻ കായിക വകുപ്പിന്റെ ചുമതല എന്നാണ് ആൻഡോയ്ക്ക് നൽകിയത്. ആൻഡോ പറഞ്ഞ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മന്ത്രി പറയും. ഇതാണ് കുറച്ചു കാലമായി നടക്കുന്നത്. ചോദ്യങ്ങൾ നിരവധിയാണ്. നവംബറിലും മാർച്ചിലും ഫിഫയുടെ അനുമതി അർജന്റീനയുടെ സൗഹൃദ മത്സരങ്ങൾക്കുള്ളതാണ്. 100 കോടിയിലേറെ മാച്ച് ഫീസായി കൊടുത്തെന്ന് പറയുന്നവർ ഈ മത്സരം കേരളത്തിലാണെന്ന് ഉറപ്പ് പറഞ്ഞത് കളിക്കാൻ സ്റ്റേഡിയം ഇല്ലാതെയാണോ? ഓസ്ട്രേലിയയാണ് എതിരാളിയെന്ന് സ്പോൺസർ പ്രഖ്യാപിച്ചെങ്കിലും ഓസ്ട്രേലിയൻ അസോസിയേഷനോ ഫിഫയോ ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല. ഓസ്ട്രേലിയയ്ക്ക് മറ്റു മത്സരങ്ങളുമുണ്ട്. പിന്നെ എങ്ങനെയാണ് മത്സരം ഉറപ്പാണെന്ന് ഇതുവരെ പറഞ്ഞത്? അങ്കോളയിലെ മത്സരത്തിന് ശേഷം ഇത്രയും വലിയ യാത്ര, അതും ലോകകപ്പ് നടക്കാനിരിക്കെ ഒരു ടീമും ആഗ്രഹിക്കില്ല. ഇതറിഞ്ഞിട്ടും എങ്ങനെ മത്സരം ഉറപ്പിച്ചു? ഇപ്പോൾ മാർച്ചിൽ കളി നടക്കുമെന്ന് പറയുന്നത് എന്തുറപ്പിലാണ്? ലോകകപ്പിന് 3 മാസം മുൻപ് മെസ്സി വരുമെന്നും കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സജീവമാണ്. കളി നടക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നില്ലേ ഇതെല്ലാം? മെസ്സി വരാത്തത് ഫുട്ബോൾ ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്നതാണ്. ആ സെന്റിമെന്റ്സിൽ പിടിച്ച് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, മുടക്കാൻ ഇവിടെ നിന്നും ശ്രമമുണ്ടായി, നമുക്ക് സ്റ്റേഡിയം ഇല്ലാത്തത് വിനയായി, സ്റ്റേഡിയം നന്നാക്കി ഭാവിയിൽ അന്താരാഷ്ട്ര മത്സരം നടത്തും, മെസ്സിയെയും കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞ് പഴയതെല്ലാം വിഴുങ്ങുന്ന ഈ സ്പോൺസർ പറയുന്നത് ഏറ്റുപാടിയാൽ സർക്കാർ ഇനിയും നാണം കെടും. തൽക്കാലം മെസ്സി ചതിച്ച ആശാനെ എന്ന് കരുതി സമാധാനപ്പെടും.